ഞാൻ വനമന്ത്രിയായപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ ചിലരുടെ ചോദ്യം, സതീശൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സാറാണല്ലോ വനവാസത്തിന് പോയെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് പകരം ഒരു വിഷയമുണ്ടായി. ചവറ മണ്ഡലത്തിൽ തീരപ്രദേശത്ത് 4 കാട്ടുപന്നി എന്ന് കാണുന്ന സാഹചര്യം ഉണ്ടായി. കാട്ടുപന്നി, വൈൽഡ് ബോർ. ഇന്ന് അതിൻ്റെ പേരതാണെങ്കിലും കാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പന്നി കാടിൻ്റെ പുറത്തുണ്ട് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക് തന്നെ സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളർന്ന്, നാട്ടിൽ പ്രസവിച്ച്, നാട്ടിൽ ജനിച്ച്, നാട്ടിൽ വളർന്ന്, നാട്ടിലെ വേസ്റ്റ് കഴിച്ച് വരുന്ന ഒരു വിഭാഗമായി ഇന്ന് മാറിയിട്ടുണ്ട്. അത് എല്ലായിടത്തും. ഞാൻ വനമന്ത്രിയായപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ ചിലരുടെ ചോദ്യം, സതീശൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സാറാണല്ലോ വനവാസത്തിന് പോയെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് പകരം ഒരു വിഷയമുണ്ടായി. ചവറ മണ്ഡലത്തിൽ തീരപ്രദേശത്ത് 4 കാട്ടുപന്നി എന്ന് കാണുന്ന സാഹചര്യം ഉണ്ടായി. അന്നേരം ഇതിൻ്റെ ശല്യം എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജൂൺ 15-ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഡ്രൈവ്, ഇന്നിപ്പോൾ കാട്ടുപന്നിയാണെങ്കിലും ഇത് വെർമിനായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര നിയമം അനുവദിക്കുന്നില്ല. കേന്ദ്ര നിയമത്തിൽ പലതവണ ഇതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും ചെയ്യുന്നില്ല. ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഗവർണറെ ഞാൻ കണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. ഈ കണക്കുകൾ വെച്ചുകൊണ്ട് കേന്ദ്രത്തിനെ കണ്ട് വെർമിനായി ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ കർഷകർക്ക് തന്നെ കൊല്ലാൻ, നമ്മൾ വനത്തിനോട് തൊട്ട് ചേർന്നുള്ളിടത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടാകും, ബാക്കിയുള്ളിടത്ത് കർഷകർക്ക് തന്നെ കൊല്ലാനുള്ള അനുവാദം സ്വാഭാവികമായിട്ട് അങ്ങനെ കിട്ടും. പക്ഷേ ഇല്ലാത്തത്തോളം കാലം ഇപ്പോൾ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്ന ഒരു തസ്തിക പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നത്. അവർക്ക് ഇപ്പോൾ ഷാർട്ട് ഷൂട്ടേഴ്സിനെ നമ്മൾ അവർക്ക് വെച്ച് കൊല്ലാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു പഞ്ചായത്തിൽ ഒരു ഷൂട്ടർ പോലും ഇല്ല. ഒരു ഷൂട്ടർ വന്നു കഴിഞ്ഞാൽ 5-6 ദിവസം ഇതിൻ്റെ പുറകെ നടന്നാലേ ഒരെണ്ണത്തിനെ കണ്ടെത്തി കൊല്ലാനൊക്കത്തുള്ളൂ. എന്താണേലും ഞങ്ങളൊരു സംവിധാനം ഉണ്ടാക്കി ജൂൺ 15 മുതൽ ഈ വൈൽഡ് ലൈഫിനെ, ഈ 100 ദിവസത്തിനകം വൈൽഡ് ലൈഫിനെ നിയമപരമായി നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡ്രൈവ്, അതിൻ്റെ കൊല്ലാനുള്ള ഒരു ഡ്രൈവ് തന്നെ നമ്മൾ നടത്തുകയാണ്. കാരണം ഈ നാട്ടിലേക്ക്, വനത്തിനകത്തല്ല, വനത്തിൻ്റെ പുറത്തേക്ക് ഇത് ഏറ്റവും വലിയ കർഷകർക്ക് ഉപദ്രവമായി മാറിയ മേഖലയിൽ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഷൂട്ടേഴ്സ് ഇല്ലാത്ത പഞ്ചായത്തുകളിലേക്ക് മറ്റ് പ്രദേശത്തു നിന്ന് ഷൂട്ടേഴ്സിനെ കൊടുത്ത്, ഷാർപ്പ് ഷൂട്ടേഴ്സിനെ കൊടുത്ത് നിലവിലുള്ള നിയമങ്ങൾ ഊർജിതപ്പെടുത്തി ഈ വൈൽഡ് ലൈഫിൻ്റെ ഈ കൃഷിക്ക് ഏറ്റവും നാശം ഉണ്ടാക്കുന്നതിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. മൂന്നാർ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അവിടാണ് എപ്പോഴും പടയപ്പ അടക്കം പണ്ട് അരിക്കൊമ്പൻ്റെ വിഷയം. എന്തുകൊണ്ടാണ് ആന സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? വേസ്റ്റ് മൊത്തം, മൂന്നാറിൻ്റെ വേസ്റ്റ് മൊത്തം അവിടെ കൊണ്ടിട്ടേക്കുവാണ്. അത് കഴിച്ച് ശീലിച്ചു. അങ്ങനെ അതിനൂടെയൊക്കെ പരിഹാരം കാണാതെ നമ്മളിത് തടയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അന്നേരം വേസ്റ്റ് മാനേജ്മെൻറ്റിന് മൂന്നാറിന് പ്രത്യേകിച്ച് കണ്ണൻ ദേവൻ പോലുള്ള വലിയ സ്ഥാപനമുള്ളപ്പോൾ അവരും അവിടുത്തെ മൂന്നാർ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ചേർന്ന് അത്തരം സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്. ഓരോ സ്ഥലത്തും ഇതിനെ ആകർഷിക്കുന്നതിനൊരു വിഷയമുണ്ട്.